ഇങ്ങനെയൊക്കെയാലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ. ഇതിപ്പോ ഏറിപ്പോക്കിന്റെ ഒരു സീസൺ ആണെന്നാ തോന്നണേ. നടൻ ശ്രീരാമേട്ടൻ ഓണായിട്ട് ഒരു FB പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ അങ്ങേറിലേക്ക് പോയത് നിങ്ങൾ അറിഞ്ഞായിരുന്നാ? ഇല്ലെങ്കിൽ അങ്ങാടിപ്പാട്ടിലേക്ക് കയറിപ്പോരെ, ഞാൻ പറഞ്ഞുതരാം. എഴുതിയാൻ കിട്ടത് മാത്രമേ ശ്രീരാമേട്ടന് ഓർമ്മ കാണുള്ളൂ എന്നാ തോന്നണത്. ഒറ്റപ്പോക്കല്ലായിരുന്ന പിന്നെ എയറിലേക്ക്. പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയപ്പോൾ ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നമ്മുടെ ശ്രീരാമേട്ടൻ. നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇഷ്ടമില്ലാത്തതൊക്കെ പറയാനുള്ള അവകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ. അല്ലാതെ ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നതേ അല്ല, അതിന് എല്ലാവരും പറയണത് ഞാനും പറഞ്ഞോളണം എന്നുള്ള ഒരു വാശി ആർക്കും പാടില്ല. അപ്പോഴാണ് പുലികളി സംഘങ്ങള് രാമേട്ടന്റെ നിലപാടിന് പ്രതിഷേധവുമായി ഒരു രംഗപ്രവേശം ചെയ്തത്. തൃശ്ശൂരിലെ പുലികളി എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായി, ഒരുപാട് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു നാട്യരൂപമാണ്. അതിന് കൃത്യമായ ചുവടുകളും രുദ്രതാളവും അതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും എല്ലാം വെച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടു കൂടി നടക്കുന്ന ഒരു സംവിധാനമാണ് തൃശ്ശൂരിലെ പുലിക്കളി. അതിന് ഇത്രയും നികൃഷ്ടവും വളരെ വൃത്തികെട്ട രീതിയിലും അപലപിക്കുന്നത് അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ചെയ്യുന്ന ഏറ്റവും തെറ്റായ കാര്യമാണ്. ശ്രീരാമേട്ടന്റെ പരാമർശം പച്ചയ്ക്ക് ബോഡി ഷേമിംഗ് ചെയ്യുന്നതാണ്. മാത്രമല്ല, ഒരു കലാകാരൻ ഒരു കലാരൂപത്തെ അവഹേളിച്ചത് ശരിയായില്ലെന്നും അവര് തുറന്നടിച്ചു. പുലികളി സംഘങ്ങൾ ശ്രീരാമേട്ടന്റെ നിലപാടിൽ നിയമ നടപടിയിലേക്ക് പോകുമെന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. തൃശ്ശൂരിൽ നിന്നുള്ള ഒട്ടേറെ സാമൂഹിക രംഗത്തെ പ്രമുഖരടക്കം ശ്രീരാമേട്ടന്റെ ഈ പ്രസ്താവനയെ പാടെ തള്ളിക്കളയുകയും ചെയ്തു. ശ്രീരാമൻ ചേട്ടനെ ഞാൻ ഇപ്പോഴും ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ജീവിതാവസാനം വരെ എനിക്ക് അങ്ങനെ വിളിക്കണം. അദ്ദേഹം അങ്ങനെ ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ അതെന്നെ ഞെട്ടിക്കുന്നതാണ്. കണ്ട കേന്ദ്രമന്ത്രി സുരേഷ് ജിക്ക് വരെ ഞെട്ടലുണ്ടാക്കി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയതോടെ നിലപാടിൽ നിന്ന് മാറില്ലെന്ന് പറഞ്ഞ് ശ്രീരാമേട്ടൻ ഒടുവിൽ ഖേദപ്രകടനം നടത്തി. ഗൈസ്, FBയിലെ രാമേട്ടനെ ഇങ്ങനെ കുറിച്ചു: പുലികളി കലാകാരന്മാർക്ക് എൻ്റെ അഭിപ്രായ പ്രകടനം മനോവിഷമം ഉണ്ടാക്കി, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അല്ലേലും ഈ പോസ്റ്റ് ഇടുക, പിന്നെ എയറിൽ പോവുക, പിന്നെ ഖേദപ്രകടനം നടത്തുക, ഇതൊക്കെയല്ലേ ഇപ്പൊ ഒരു ട്രെൻഡ്. അപ്പോൾ അടുത്ത അങ്ങാടിപ്പാട്ടുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.